അങ്ങനെ ഒരു ശ്രമമുണ്ടല്ലോ. എല്ലാ കാലത്തും നിങ്ങൾക്കൊരു പതിവുണ്ട്. തെരഞ്ഞെടുപ്പിൽ ആർക്കും മനസ്സിലാകാത്ത ചില ഭാഷ മുഖ്യ ശത്രുവിനെ നിങ്ങൾ പ്രഖ്യാപിക്കും. 1989 നിങ്ങളുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്, അല്ലെ? 1989 കോൺഗ്രസ് ആണ്. നവ ഉദാരവൽക്കരണ നയത്തിനെതിരെ, ആഗോളവൽക്കരണത്തിനെതിരെ, കോൺഗ്രസിൽ നിന്നിന്റെ കരാളുഹസ്തത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ നിങ്ങളുടെ മുഖ്യ ശത്രുവായി കോൺഗ്രസിനെ പ്രഖ്യാപിച്ചു. എന്നിട്ടോ അന്ന് VP സിംഗ് എന്ന വിശ്വനാഥ് പ്രതാപ് സിംഗുമായി ലാൽകൃഷ്ണ അദ്വാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടും അത്താഴ വിരുന്നുകൾ നടത്തി, ഛായ സൽക്കാരങ്ങൾ നടത്തി, മുന്നണി ഉണ്ടാക്കി മത്സരിച്ചു. 2 സീറ്റ് ഉണ്ടായിരുന്ന BJP 88 സീറ്റിലേക്കായി. പിന്നെ നിങ്ങളുടെ ശത്രുക്കൾ രണ്ടായി. മുഖ്യ ശത്രുക്കൾ കോൺഗ്രസ് BJP, ഇല്ലേ? കോൺഗ്രസ് BJP പാർട്ടി രേഖകൾ ഉണ്ടാക്കുന്ന, ബദൽ രേഖയുണ്ടാക്കുന്ന, അടവ് നയങ്ങൾ നടത്തുന്ന, താത്വിക വിശകലനം നടത്തുന്ന, പാർട്ടി പ്ലീനം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. നിങ്ങൾ പറയണം, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയണം, ആരാണ് നിന്റെ മുഖ്യ ശത്രു, ആരാണ് നിന്റെ മുഖ്യ ശത്രു എന്ന് പ്രഖ്യാപിക്കേണ്ട വളരെ നിർണായകമായ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ആര്? വെറുതെ പ്രതിക്രിയാവാദികളും വിഘടനവാദികളും പ്രഥമ ദൃഷ്ടി അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് ആർക്കും മനസ്സിലാകാത്ത ഭാഷ സംസാരിച്ചത് കൊണ്ടായില്ല. ആരാണ് മുഖ്യ ശത്രു? മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു മുസ്ലിമിനെ വീട്ടിൽ ബീഫ് സൂക്ഷിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അതിനിഷ്ഠൂരമായി തല്ലി തകർക്കുമ്പോ, തല്ലിക്കൊല്ലുമ്പോ CPM-കാരാ നിന്റെ രാഷ്ട്രീയത്തിലെ മുഖ്യ ശത്രു ആര്? കശ്മീരിൽ ആടുമാടുകളെ കച്ചവടം ചെയ്ത പാവപ്പെട്ട ഒരു മുസ്ലിമിനെ ക്രൂരമായി തല്ലിക്കൊല്ലുമ്പോ CPM-കാരാ നിന്റെ മുഖ്യ ശത്രു ആര്? ഈ നാട്ടിലെ ദലിത് മക്കളെ ജീവനോടെ ചുട്ടുകൊല്ലുമ്പോ CPM-കാരാ നിന്റെ മുഖ്യ ശത്രു ആര്? രോഹിത് വെമുല എന്ന് പറയുന്ന വിദ്യാർത്ഥി ഹൈദരാബാദിൽ ആത്മഹത്യ ചെയ്തു. സമരമാണ്, പ്രക്ഷോഭമാണ്. രാജീവ് ഗോസ്വാമി ഓർക്കുന്നില്ലേ? മണ്ഡൽ കമ്മീഷൻ സംവരണ പ്രക്ഷോഭ കാലത്ത് സവർണ വികാരം ആളിക്കത്തിക്കാൻ ലാൽകൃഷ്ണ അദ്വാനിയുടെയൊക്കെ പ്രേരണയാൽ ആത്മഹത്യ ശ്രമം നടത്തിയ സവർണനായ രാജീവ് ഗോസ്വാമി. ആ രാഷ്ട്രീയ ഭൂമികയിൽ നിന്നാണ് RSS അതിന്റെ പടക്കോപ്പുകൾ പയറ്റി തെളിഞ്ഞത്. തിരിച്ചടിക്കുകയാണ് കാലം. രോഹിത് വെമുല ആത്മഹത്യ ചെയ്തു. കാൾ സാഗനെ പോലെ ഒരു ശാസ്ത്രകാരൻ ആകാൻ ആഗ്രഹിച്ച കാൾ സാഗൻ എഴുത്തുകാരനാണ്, ശാസ്ത്രകാരനാണ്. എനിക്കും ഒരു സയന്റിസ്റ്റ് ആകണം, എനിക്കും ഒരു എഴുത്തുകാരനാകണം. സൂയിസൈഡ് നോട്ട് വായിച്ചില്ലേ നമ്മൾ പത്രത്തിൽ? നമ്മൾ വായിച്ചില്ലേ? എന്റെ ജന്മമാണ് എന്റെ ഏറ്റവും വലിയ അപകടം. ജനാധിപത്യ ഇന്ത്യയിലാണ്, മതേതര ഇന്ത്യയിലാണ്, ആധുനിക ഇന്ത്യയിലാണ് ഒരു മനുഷ്യന്, ഒരു വിദ്യാർത്ഥിക്ക്, ഒരു യുവാവിന്, ഒരു ദലിത് വിദ്യാർത്ഥിക്ക് ഇவ்விதം പറയേണ്ടി വന്നത്. എന്തുകൊണ്ട്? ABVP-യുമായി ഒരു സംഘടന ഉണ്ടായപ്പോ ആ ക്യാമ്പസിൽ മുസഫർ നഗർ കലാപത്തെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി കാണിച്ചതിന്റെ പേരിൽ അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷന്റെ പ്രവർത്തകനായ രോഹിത് വെമുലയെയും 5 വിദ്യാർത്ഥികളെയും പുറത്താക്കുന്നതിന് ബന്ദാരു ദത്താത്രേയ എന്ന് പറയുന്ന കേന്ദ്ര തൊഴിൽ മന്ത്രി മനുസ്മൃതി ഇറാനിക്ക് കത്തെഴുതിയപ്പോ 5 കത്തുകളാണ്. അടിക്കടി സീരിയൽ നടി മാത്രമായ സ്മൃതി ഇറാനി ഹൈദരാബാദിലെ VC-ക്ക് എഴുതിയത്. ആരാണ് സ്മൃതി ഇറാനി? എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത്? ഐത്തജാതിക്കാരൻ അക്ഷരം പഠിച്ചാൽ അവന്റെ കാതുകളിൽ ഈയം ഒഴിച്ചു കൊടുക്കണമെന്ന് പറയുന്ന മനുസ്മൃതിയുടെ നാട്ടിലേക്കോ, സതി ആചരിക്കുന്ന നാട്ടിലേക്കോ, ജാതി സവർണ മേധാവിത്വത്തിന്റെ ഉച്ചനീചങ്ങൾ പറയുന്ന മനുസ്മൃതിയാണോ സ്മൃതി ഇറാനി പുനഃസ്ഥാപിക്കുന്നത്? 2011 സ്മൃതി ഇറാനി BJP-യിൽ ചേരുന്നത്. അന്ന് സോണി സാബ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു വാർത്താ ചാനൽ അവരുമായി നടത്തിയ അഭിമുഖമുണ്ട്. വളരെ സിമ്പിളാണ്. അതിൽ ചോദിക്കുന്നു, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? 2011 സ്മൃതി ഇറാനി പറയുന്നു, അറിയില്ല. കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന MHRDയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് സ്മൃതി ഇറാനി. ഇന്ത്യയിൽ എത്ര സംസ്ഥാനം? അറിയില്ല. BJP എത്ര സംസ്ഥാനത്ത് ഭരിക്കുന്നു? 3. 6 അന്ന് 6 സംസ്ഥാനത്താണ്. സീരിയൽ നടി മാത്രമായ ആ സ്മൃതി ഇറാനിയെ നോക്കുകുത്തിയായി RSS പുതിയ ഒരു തലമുറയെ ജഗദ്ഗുരു എന്ന് വിളിക്കുന്ന, BJP വിളിക്കുന്ന, യുവഭാരതം എന്ന് മോദി വിശേഷിപ്പിക്കുന്ന
ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുന്നു ബോധപൂർവം. സ്മൃതി ഇറാനി വെറും സ്മൃതി ഇറാനിയല്ല, സാക്ഷാൽ മനുസ്മൃതി ഇറാനിയാണ് എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. രാജ്യം ഇവിടേക്ക് എത്തി നിൽക്കുമ്പോ സിപിഎമ്മുകാരാ നിന്റെ മുഖ്യ ശത്രു ആര്? പറയണം. ഞാൻ ചുരുക്കുന്നു, നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നാലാമതാണ് ബംഗാളിൽ 35 വർഷം ഭരിച്ച ബംഗാളിൽ 4ാം സ്ഥാനത്താണ്. നിങ്ങൾ പറയുന്നു കോൺഗ്രസുമായി സഖ്യമാകാം. സീതാറാം യെച്ചൂരിയാണ് പറയുന്നത് കോൺഗ്രസുമായി സഖ്യമാകാം, ഇല്ലേ? സീതാറാം യെച്ചൂരിയാണ് പറയുന്നത് കോൺഗ്രസുമായി സഖ്യമാകാം. പശ്ചിമ ബംഗാളിലെ നേതാക്കന്മാരാണ് പറയുന്നത് കോൺഗ്രസുമായി സഖ്യമാകാം. അപ്പോഴും പിണറായി വിജയന്, കോടിയേരി ബാലകൃഷ്ണന് നവ ഉദാരവൽക്കരണത്തിന്റെ പാർട്ടിയാണ് കോൺഗ്രസ്. ഇവരോ? ഞാൻ ചോദിക്കുന്നു, രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു തൊഴിലാളി വർഗത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ സിപിഎമ്മിന് കഴിയുന്നുണ്ടോ? രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു കർഷക മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ സിപിഎമ്മിന് കഴിയുന്നുണ്ടോ? രാജ്യത്തെ കർഷകരുടെ പ്രശ്നം ഉയർത്തിപ്പിടിക്കുന്ന ആരാണ്? കർഷക കുടിലിൽ അന്തിയുറങ്ങുന്നത് രാഹുൽ ഗാന്ധിയാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിൽ വരുന്നത് രാഹുൽ ഗാന്ധിയാണ്. പാവപ്പെട്ട അഖിലാഖിന്റെ വീട് സന്ദർശിക്കുന്നത് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ആ കോൺഗ്രസ് ആണ് ഇപ്പോഴും നിങ്ങൾക്ക് മുഖ്യ ശത്രു. ലളിതമാണ് ഉത്തരം, ലളിതമാണ് ഉത്തരം. കേരളത്തിൽ ഒരു അധികാര കൈമാറ്റം നടന്നു. സിപിഎമ്മിൽ പിണറായി വിജയന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി. എന്നിട്ടോ കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിൽ സിപിഎമ്മിനെ നയിക്കുന്നു. 10 പിണറായിമാർ ഒരുമിച്ചാലുണ്ടാകുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് ഇന്ന് സിപിഎമ്മിനെ നയിക്കുന്നത്. നിങ്ങൾ അറിയുമോ എന്താണ് കോൺഗ്രസ് ശത്രു എന്ന് പറയാൻ കാരണം? ലാവ്ലിൻ കേസ്, ഉമ്മൻചാണ്ടിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സിപിഎം ഓർക്കണം. ലാവ്ലിൻ കേസ് വീണ്ടും കോടതി നടപടികളിലാണ്. ലാവ്ലിൻ കേസിൽ വെറുതെ വിട്ടു എന്ന ഒരു പ്രചരണം നടക്കുന്നുണ്ടല്ലോ. അത് വെറുതെ വിടുന്നതിന് പിണറായി വിജയൻ കേരളത്തിന്റെ സിബിഐ കോടതിയിൽ ഒരു വിടുതൽ ഹർജി നൽകി. ആ വിടുതൽ ഹർജിയിൽ അദ്ദേഹം അതിന് കാരണം പറഞ്ഞത് ഈ കേസ് എന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും, ഈ കേസ് എന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. പറഞ്ഞത് ഡിവൈഎഫ്ഐയുടെ നേതാവ് സ്വരാജ് അല്ല, പറഞ്ഞത് MP രാജേഷ് MP അല്ല, പറഞ്ഞത് ശ്രീരാമകൃഷ്ണൻ MLA അല്ല. 1944 ജനിച്ച 72 വയസ്സ് പിന്നിട്ട പിണറായി വിജയനാണ് പറഞ്ഞത് ഈ കേസ് എന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. മലയാള മനസ്സിന് നെഞ്ചേറ്റിയ ജാഥയാണ് വരുന്നത്. ഈ ജാഥക്ക് കേരളം നൽകുന്ന അഭൂതപൂർവമായ സ്വീകരണം. മുസ്ലിം ലീഗിന്റെ വിജയക്കൊടി വീണ്ടും ആകാശത്തിന്റെ വാനിലേക്ക് അത്യധികം ആഹ്ലാദത്തോടെ പ്രവർത്തകന്മാർ ഉയർത്തുന്ന കാഴ്ച. കേരളത്തിന്റെ രാഷ്ട്രീയ നഭോ മണ്ഡലങ്ങളിൽ നിന്ന്, ഭൂമികയിൽ നിന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഒരു കാലത്തും മറുത്തു മാറ്റാൻ കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് ഈ ജാഥ നടത്തുന്നത്. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. പിണറായി വിജയൻ പറഞ്ഞത് ഈ കേസ് എന്റെ രാഷ്ട്രീയ ഭാവിയെ മാറ്റുമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയൻ ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുക എന്നതാണ്. ആ മുഖ്യമന്ത്രി മോഹം പിണറായി വിജയൻ കാലങ്ങളായി കൊണ്ടു നടക്കുന്ന മോഹമാണ്. അതിനാണ് അച്യുതാനന്ദനുമായി ഗ്രൂപ്പ് കളിക്കുന്നത്, അതിനാണ് അച്യുതാനന്ദനെ മാറ്റി നിർത്തിയത്, അതിനാണ് കോടിയേരി ബാലകൃഷ്ണനെ പാർട്ടിയുടെ സെക്രട്ടറി ആക്കിയത്, അതിനാണ് പിണറായി വിജയൻ കേരളത്തിൽ യാത്ര നടത്തുന്നത്. വളരെ ലളിതമാണ് ഉത്തരം. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചറിയും. കോൺഗ്രസിനെ ശത്രുവായി കണ്ട് BJPയെ പ്രതിരോധിക്കുന്നതിന് പകരം രാഷ്ട്രീയത്തിൽ പിന്നാമ്പുറ ഏർപ്പാടുകൾ നടത്തുന്ന പിണറായി വിജയൻ, ആ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി മോഹം ശവപ്പെട്ടിയിലെടുക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് ഉണർത്തിക്കൊണ്ട്, പ്രിയമുള്ളവരെ, ജനാധിപത്യ കേരളം നെഞ്ചേറ്റുന്ന ഈ ഐക്യ ജനാധിപത്യ മുന്നണി, ജനാധിപത്യ കേരളം ഹൃദയത്തിലേറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, 10 പിണറായിമാർ ഒരുമിച്ച് തുലാഭാരം നടത്തുമ്പോൾ ഒരു തട്ടിലിരുന്നാലും ഒരു ഉമ്മൻചാണ്ടിയെ ഒരു തട്ടിലിരുത്തിയാൽ ആ തട്ട് താന്നിരിക്കുമെന്നത് ഒരു സത്യമാണെങ്കിൽ നമ്മുടേതാണ് വീണ്ടും വീണ്ടും ഭാവി കേരളം എന്ന ഓർമ്മപ്പെടുത്തലാണ് കേരളം ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ വളരെ താല്പര്യത്തോടെ ഒട്ടും ക്ഷീണിതരാകാതെ, ഒട്ടും വിശ്രമിക്കാതെ അഹോരാത്രം പണിപ്പെട്ട് നമ്മുടെ കേരളത്തെ സംരക്ഷിക്കുന്നതിന് ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ പിന്തിരിപ്പൻ നയങ്ങളിലേക്ക് കേരളത്തെ വിട്ടുകൊടുക്കാതിരിക്കാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് വർഗീയതയുടെ ഒരു തീനോളവും ഈ കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ മത ഐക്യം എല്ലാ കാലത്തും കേരളത്തിൽ പുലർന്നു കാണാൻ